ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒത്തിരി സന്തോഷമുള്ളൊരു ദിവസമാണേ, എനിക്കും നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും. അപ്പം ഞാനിത് പറയാൻ ഒരുങ്ങുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും ഞാൻ എന്നാത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നതെന്ന്. അപ്പം ഞാൻ പറയാൻ എന്നാത്തിനെ കുറിച്ചാണെന്നേ, നമ്മുടെ കുടുംബത്തിലുണ്ടല്ലോ ചില്ലി ജാസ്മിൻ ഫാമിലിയിലെ ആളുകളുടെ എണ്ണം 5 ലക്ഷത്തിലധികമായിട്ട് കൂടിയിട്ടുണ്ട്. അതെന്നെ പോലെ തന്നെ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കുന്നതല്ലേ. എന്നെയും എൻ്റെ കൃഷിയെയും ഒക്കെ ഇതേ രൂപത്തിൽ വളർത്തിയെടുത്തത് നിങ്ങൾ ഓരോരുത്തരും ചേർന്നിട്ടാണേ. നിങ്ങൾ ഓരോരുത്തരും ചോദിച്ച സംശയങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. പറയാവുന്നത്ര കമൻറ്റുകളിലൊക്കെ കഥ പോലെ എഴുതേണ്ടുന്ന കാര്യങ്ങളാണെങ്കിലാണ് നമ്മൾ എഴുതാതെ വിടുന്നത്. അത് നമ്മൾ തൊട്ടടുത്ത വീഡിയോകളിൽ പറയാറുണ്ട്. ചിലപ്പോൾ പിന്നെ നമ്മൾ വീഡിയോ ചെയ്യാനായിട്ട് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാലേ വിളവെടുക്കാനോ അല്ലെങ്കിൽ ചെടികളുടെ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ കാണുമ്പോൾ അതിലൂടെ ശ്രദ്ധ മാറിപ്പോകാറുണ്ട്. അങ്ങനെ എനിക്ക് പറയാൻ മറന്നും പോകാറുണ്ട്. നമ്മുടെ ചാനലിനെയും എന്നെയും ഒക്കെ ഇത്രയും വളർത്തിയെടുത്തത് എൻ്റെ ചുറ്റും കാണുന്ന ഈ തോട്ടവും തോട്ടത്തിലെ ചെടികളുമാണ്. എനിക്ക് കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ. അപ്പോൾ പച്ചക്കറി കൃഷി ചെയ്യാനായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം ഇല്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ടെറസിലേക്ക് കൃഷി ചെയ്തത്. ഈ വീട് പണിയുന്നതിന് മുന്നേ എനിക്കൊരു കുഞ്ഞു വീടായിരുന്നു, ഓടിട്ട വീടായിരുന്നു. അപ്പം ഞാൻ ആ വീടിൻ്റെ മുറ്റത്തിന് ചുറ്റിനും ചെടികളും പച്ചക്കറികളും ഒക്കെ നട്ടുപിടിപ്പിക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം മാറ്റി ഇതേപോലത്തെ വീടാക്കിയപ്പോൾ ഞാൻ വീട് പണിതപ്പോഴേ നമ്മുടെ പണിയുന്ന ആളുകളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് എൻ്റെ ടെറസിൽ കുറച്ച് കൃഷിയും കൂടെ ചെയ്യാനുള്ളതാണ്, അല്ലെങ്കിൽ അതിനുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണോ വരുത്തേണ്ടത് അത് ചെയ്യണം. അപ്പോൾ അത് നമ്മുടെ എൻജിനീയറോട് പറഞ്ഞപ്പം അതിന് പറ്റിയ രീതിയിലാണ് ഈ വീടിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ നടത്തിയിരിക്കുന്നത്. ചെറിയ പില്ലറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഡബിൾ സ്ട്രെങ്ത്തിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന് കോൺക്രീറ്റ് ചെയ്തപ്പോൾ മറ്റെന്തൊക്കെയോ ചേർത്തിട്ടൊക്കെയാണ് സാറ് വാർത്തിരിക്കുന്നത്. എനിക്കതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല പറഞ്ഞു തരാൻ. പിന്നെ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നല്ല സ്ലോപ്പിട്ടാണ് ടെറസ് ചെയ്തത്. അത് മാത്രമല്ല, ഈ ടെറസിൻ്റെ ബിൽഡിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അതിലെന്തോ തരത്തിലുള്ള വാട്ടർ പ്രൂഫ് പെയിൻ്റ് ആണോ അതെന്നാണെന്ന് എനിക്കറിയത്തില്ല. ഞാനിവിടെ വന്ന് നോക്കുമ്പം നല്ല വെള്ള പെയിൻറ്റ്, വളരെ തിൻ കോട്ടിങ്. അപ്പം ഞാൻ ഓർക്കുകയും ചെയ്തു, ഈ വെള്ളം ഇറങ്ങരുത് എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ നമ്മൾ വൈറ്റ് സിമെൻ്റ് ഒക്കെ ചെയ്യലേ അതേപോലുള്ളൊരു സംഗതിയാണ് ചെയ്തിരുന്നത്. എന്നാന്ന് എനിക്കറിയത്തില്ല കേട്ടോ അതിൻ്റെ പേരൊന്നും. ഇപ്പം ഇനി സാറിനെ കണ്ടു കിട്ടാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ടാണ് നമ്മുടെ ടെറസിനെ ഇങ്ങനെ ആക്കി തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്കിതുപോലൊക്കെ കുറച്ച് ചെടി വെക്കാനായിട്ട് സാധിച്ചത്. അപ്പം നമ്മുടെ ഫാമിലിയെ ഇതേപോലെ വളർത്താൻ സഹായിച്ച നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ നന്ദി അറിയിക്കുകയാണ്. കണ്ട നിങ്ങൾക്കും കമൻറ്റ് ചോദിക്കുകയും അതിൻ്റെ പരിഹാരം കണ്ടെത്താനായിട്ട് പല കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരികയും ഇതിൻ്റെ മേളിൽ ചെയ്യാൻ എന്നെ അനുവദിക്കുകയും ഒക്കെ ചെയ്ത എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ അറിയിച്ചുകൊള്ളുവാണേ. അപ്പം നമ്മൾ ഇപ്പോഴും നമ്മുടെ തോട്ടത്തിൽ എന്തൊക്കെയുണ്ട്, എന്തൊക്കെയാണ് വളർന്നു നിൽക്കുന്നത്, ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ നമുക്കൊന്ന് ഓടിപ്പോയി കണ്ടിട്ട് വരാവേ. പക്ഷെ ഇന്നൊരു കാര്യമുണ്ട്. ശ്രീനാരായണ ഗുരു സമാധി ആയതുകൊണ്ട് നമ്മുടെ പരിസരങ്ങളിലുള്ള അമ്പലങ്ങളിലെല്ലാം ചെറിയ ചെറിയ വായനകളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ചെറിയ ശബ്ദങ്ങളും നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും. എന്നോട് ക്ഷമിക്കണം കേട്ടോ. അപ്പം നമുക്കൊന്ന് ഓടിപ്പോയി കണ്ടിട്ട് വരാം. ഇപ്പം നമ്മളിവിടെ നട്ടുപിടിപ്പിക്കാനായിട്ട് പാകി വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ഇതിനകത്ത് ആനക്കൊമ്പൻ വെണ്ടയാണേ. ഇതേ പതുക്കെ പതുക്കെ മുളച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളരിയുടെ വിത്തുകളും പാകി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ മുളച്ച് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ചുരക്കയുടെ വിത്തുകളാണേ. ഇതെല്ലാം നമ്മളിവിടെ കൊടുക്കുന്ന സാധനങ്ങൾ തന്നെയാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഞാൻ അങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളിവിടെ വിത്തുകൾ കുറച്ചൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അത് കിളുക്കോ ഇല്ലയോ എന്ന് എനിക്കും ബോധ്യമാകണം, നിങ്ങൾക്കതിനകത്ത് വിശ്വാസവും തോന്നണം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പാകി മുളപ്പിക്കാൻ എൻ്റെ തന്നെ വിത്തുകളെ ഞാനിങ്ങനെ ഉപയോഗിക്കാനുള്ള കാരണം ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ചുരക്ക നമ്മൾ കൊടുക്കുന്ന വിത്തുകളാണ്. ഒന്നുപോലും നഷ്ടപ്പെടാതെ എല്ലാം കിളുത്ത് കിട്ടുന്നതാണ് നമ്മൾ തരുന്ന ചുരക്കയുടെ വിത്തുകൾ കേട്ടോ. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇതേപോലെ ഗ്ലാസ്സിനകത്ത് പാകി മുളപ്പിച്ച ബീൻസിൻ്റെ തൈകളെ അതേ മാറ്റി നട്ടിരിക്കുന്നതാണേ. അപ്പോൾ ഇവിടെ ഞാനൊരു 3 ചുവട് നട്ടിട്ടുണ്ട്. മുകളിലോട്ട് വള്ളി കെട്ടി കൊടുക്കാനുള്ള സൗകര്യമുള്ള സ്ഥലത്താണ് ഞാൻ ഇതേപോലത്തെ സാധനങ്ങൾ വെക്കുന്നത്. അപ്പം മുകളിലേക്ക് കയറ്റി വിട്ടാൽ അവരങ്ങ് പടർന്നു പൊക്കോളും. ഇത് നമ്മുടെ ഒരു ചുവട് വഴുതനയാണ്, പച്ച വഴുതനയാണേ. അതുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതേ ഈ വഴുതന കണ്ടോ, നമ്മളിതൊക്കെ ചെയ്തിട്ടുള്ളതാണെന്ന് പറഞ്ഞാലും ചെറിയൊരു വാട്ടത്തിൻ്റെ ലക്ഷണമുണ്ട്. പക്ഷെ രാവിലെ ഇവർ നിവർന്ന് തന്നെയാണ് നിൽക്കുന്നത്. അപ്പം ഞാനിതിന് ചെയ്തു കൊടുത്തതെന്ന് പറയുന്നത് കുമ്മായം കലക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മണ്ണിൽ. രക്ഷപ്പെടുന്നെങ്കിൽ പെടട്ടെ. വഴുതനയ്ക്കൊക്കെ എപ്പോഴും ബാക്ടീരിയൽ വാട്ടം എന്ന് പറയുന്ന രോഗം പെട്ടെന്ന് പിടിക്കുന്ന ഒരു ചെടിയാണ്. നമുക്കതിന് സ്യൂഡോമോണാസ് കൊടുക്കുക, കുമ്മായമിട്ട് പുളിപ്പ് മാറ്റിയ മണ്ണിനകത്ത് കൃഷി ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ.
അത് ഒരു പരിധി വരെ നമുക്ക് ഇത്തരത്തിലുള്ള ബാക്ടീരിയൽ വാട്ടത്തിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നതാണേ. അപ്പോൾ ഇപ്പം നമ്മളിതേ ഇവിടെ നിൽക്കുന്നിടത്ത് ഒരു പാവല് പടർന്ന് കയറിയിട്ടുണ്ട്. പതുക്കെ കായൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ ഇവിടെയൊക്കെ കായകളുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇത് പിന്നെ 2 സുക്കിനിയുടെ തൈകളാണേ. കണ്ടോ, നന്നായിട്ട് വളർന്നു വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ സാഹചര്യവുമായിട്ട് അത്ര ചേരുന്നവരല്ല ഈ സുക്കിനി. നല്ല തണുപ്പ് വേണം ഇവർക്ക് ഉണ്ടാകണമെങ്കിൽ. പിന്നെ ഇവിടെ നമ്മൾ അന്ന് പാകി മുളപ്പിച്ചിരിക്കുന്ന സാലഡ് കുക്കുംബറിൻ്റെ പല വെറൈറ്റികളൊക്കെയാണ്. ഇപ്പോൾ ഏതാണെന്ന് നമ്മളിത് കായ്ച്ചു കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. കാരണം ഈ എല്ലാ വെള്ളരിയുടെയും അതുപോലെ സാലഡ് കുക്കുംബറിൻ്റെയും ഒക്കെ ഇലകൾ കിളുക്കുമ്പോൾ ഒരേപോലാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം അത്തരത്തിലുള്ള ചെടികളാണ്. പിന്നെ ഇവിടേക്ക് ഞാൻ അതിൻ്റെ തന്നെ 2 ചെടികളെ വെച്ചിട്ടുണ്ട്. ഇത് നടുന്നതെന്ന് പറഞ്ഞാൽ ഞാനിത് ഗ്ലാസ്സോടെ നടുവാണേ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ കുമ്മായമിട്ട് പുളിപ്പ് മാറ്റി ഇലയൊക്കെ ഇട്ട് വീണ്ടും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രമാണേ. അപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് മണ്ണ് മാറ്റിയിട്ട് ഞാൻ നടുന്ന രീതിയാണ് കാണിക്കുന്നത് നിങ്ങളെ. അപ്പോൾ ഇതിനകത്ത് അടിയിലൊക്കെ ഇലകളൊക്കെ ഉണ്ട്, അതൊന്നും അവിഞ്ഞ് തീർന്നിട്ടില്ല. അപ്പോൾ ദേ ഈ ഗ്ലാസ്സോടെ ഇതിനെ ഞാൻ ഇതിനകത്തേക്ക് ഇറക്കി വെക്കും. കണ്ടോ, ഇപ്പം മണ്ണിട്ടില്ലേലും കുഴപ്പമില്ല കേട്ടോ. കുറച്ചും കൂടെ ദിവസം കഴിഞ്ഞിട്ട് മണ്ണിട്ട് കൊടുത്താൽ മതി. കാരണം ഈ ചെടി വളരാനായിട്ട് നമ്മുടെ ഗ്ലാസ്സിനകത്ത് മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ളൂ. ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ഇച്ചിരി മണ്ണിട്ട് കൊടുത്തന്നേ ഉള്ളൂ, ഇട്ടില്ലേലും കുഴപ്പമില്ല. ഞാൻ ഈ നിൽക്കുന്ന ഈ 2 സ്റ്റാൻഡുകളുടെ ഇടയിൽ നമ്മൾ നോക്കിയാൽ ഇത് സുക്കിനിയാണ്, ഇത് പാവലാണ്, ഇത് നല്ലൊരു കുറ്റിക്കുരുമുളകിൻ്റെ ചെടിയാണ്. പിന്നെ ഇവിടെ കുറച്ച് തക്കാളിയുടെ ചെടികളുണ്ട്. പിന്നെ അങ്ങേ അറ്റത്ത് കുറച്ച് നമ്മുടെ ബന്ദി, അത് ഓറഞ്ച് കളറിലുള്ളതുമുണ്ട്, അതുപോലെ മഞ്ഞ നിറത്തിലുള്ളതുമുണ്ട്. ഇനി ഈ സൈഡിലെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഈ കാണിച്ച തൈകൾ, പിന്നെ ഇതൊരു ചുവട് കൂർക്കയാണേ. പിന്നെ ഇവിടെ ഞാൻ 2 പടവലത്തിൻ്റെ തൈകളെ പാകി മുളപ്പിച്ച് കയറ്റിയിരിക്കുന്നതാണ്. ഇത് ഇവിടം വരെയൊക്കെ എത്തിയിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോൾ നമ്മളിതിന് വള്ളിയിലോട്ടൊന്ന് ചുറ്റി കൊടുത്താൽ മതി, അവരതിലേക്കൂടെ കയറിപ്പോവും. ഇന്ന് വന്നിരിക്കുന്ന ഒരു കമൻ്റാണ്. ജയകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളാണ് കമൻറ്റ് ചെയ്തത്. എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ട് എനിക്ക് കൃഷി ചെയ്യാൻ ഇവിടെ ടെറസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ചെറിയ വീടാണ്. ഞാനൊരു 3 മുറിയുടെ മുകളിൽ വരുന്നത്ര സ്ഥലമാണ് ഈ കൃഷിക്ക്. അതപ്പോൾ ഏകദേശം ഒരു 600 സ്ക്വയർ ഫീറ്റൊക്കെ കാണും. അത്രയ്ക്കും മാത്രം സ്ഥലത്തുള്ള നമ്മുടെ ഒരു കുഞ്ഞു കൃഷിയാണിത്. അതിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള അത്യാവശ്യം ചെയ്തെടുക്കാൻ പറ്റുന്നതൊക്കെ ചെയ്യും. പിന്നെ പച്ചക്കറി കൃഷിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഫലമെടുക്കാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുകയില്ല. പല സാഹചര്യങ്ങളും പ്രതികൂലമായിട്ടൊക്കെ വരാറുണ്ട്. പറ്റുന്നത്ര നമ്മൾ ചെയ്തെടുക്കും. പീച്ചിലാണേ, പീച്ചിൽ നമുക്ക് വിളവെടുക്കാറായിട്ടുള്ളതാണ്. ചിലപ്പോൾ ഞാൻ ചുറ്റിയിട്ടൊന്ന് വലിച്ചു നോക്കട്ടെ, പറ്റുകയില്ല, വള്ളി ചിലപ്പോൾ പൊട്ടിപ്പോവും. കത്രികയില്ല, എടുത്തോണ്ടിരാം. ഇത് നമ്മളങ്ങോട്ട് വിളവെടുക്കണം കേട്ടോ. ഇതുപോലുള്ളൊരു പീച്ചിൽ കിട്ടിയാലേ, ഒരു പീച്ചിൽ മതി നമുക്ക് ഒരു തോരൻ വെക്കാൻ. ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉള്ളതാണ്. പിന്നെ ഇതേ പീച്ചിലിൻ്റെ ചെടിയെ തന്നെ കിടക്കുന്ന കുഞ്ഞു കുഞ്ഞാണ്. ഇതെല്ലാം നമ്മൾ ഇതേലോട്ട് സൈഡിലോട്ട് കണ്ടോ, ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം വിളവെടുത്ത് കഴിയുമ്പോഴാണ് ഇനിയും അധികം നല്ല വലിപ്പത്തിലുള്ള പീച്ചിലുണ്ടായി കിട്ടുന്നത്. പിന്നെ നമ്മുടെ ഈ തക്കാളിയിൽ ഇന്ന് കഴിഞ്ഞ വീഡിയോയിലും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് തക്കാളിക്കൊക്കെ നമുക്ക് വിളവെടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടേ. കണ്ടോ, നല്ലോണം കളറുള്ളത് നമ്മൾ എടുത്താൽ മതി. പൊഴിഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട് ഇന്ന് കേട്ടോ. ഞാൻ പാത്രം എടുത്തുകൊണ്ട് വരട്ടെ. ഇത്രയും തക്കാളി വിളവെടുത്തിട്ടുണ്ട് കേട്ടോ. പീച്ചിൽ ഇനി അതൊക്കെ അതും ചിലപ്പം വേണേൽ പറിക്കാമെന്ന്. പക്ഷേ ഞാനിത് പറിക്കുന്നില്ല, നമുക്ക് അടുത്ത ആഴ്ച പറിക്കാം. അപ്പുറത്തെ റോയിൽ നിന്ന് ഞാൻ ഈ സൈഡിലേക്ക് വന്നിട്ടുണ്ടേ. അപ്പോൾ എൻ്റെ ഒരു സൈഡിൽ നിൽക്കുന്നത് മുഴുവനും പഴച്ചെടികളാണ്. ഈ സ്റ്റാൻഡിലിരിക്കുന്നത് കുറച്ച് പച്ചക്കറികളാണ്. അപ്പോൾ ഇതൊരു വഴുതനയാണ്. എനിക്ക് തോന്നുന്നത് ഒരു നീളത്തിലുണ്ടാകുന്നൊരു വഴുതനയുണ്ടല്ലോ, അതാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ കണ്ട് ചുറ്റി വളഞ്ഞു കെട്ടിയൊക്കെയാണ് ഉണ്ടാകുന്നത്. പിന്നെ അത്ര നീളത്തിലൊന്നും ചിലപ്പം ഇത് പാത്രത്തിനകത്ത് നിന്ന് വളരുന്നതല്ലേ, അതിനുള്ളത്ര വളവും ഒക്കെയാണ് അതിന് കിട്ടുന്നത്. അപ്പം നമ്മൾ അത്രയ്ക്ക് പ്രതീക്ഷിച്ചാൽ മതി. എനിക്ക് അത്രയ്ക്കൊന്നും ഇല്ല, ഉള്ളത് കിട്ടിയാൽ മതി. പിന്നെ ഇത് 2 വെറൈറ്റി തക്കാളിയാണേ. ഉണ്ടാകട്ടെ, ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. ഇത് നമ്മൾ അന്ന് നട്ടുപിടിപ്പിച്ച ബജിമുളകാണേ. ഇതിവിടെ ഒരു വഴുതനയുണ്ട്, ഇവിടെ ഒരു വഴുതനയുണ്ട്. പിന്നെ ഇത് കുറച്ച് പയറിൻ്റെ ചെടികളാണ്. ആ മഴ വന്നെൻ്റെ പയറെല്ലാം, പയറും മുളകും അവർക്കാണ് ഏറ്റവും മഴ ബാധിച്ചത്. അതെല്ലാം നഷ്ടപ്പെട്ടും നശിച്ചും പോയെന്ന് വേണമെങ്കിൽ പറയാം. അതിന് ശേഷം നട്ടുപിടിപ്പിച്ച് പൂവിടാറൊക്കെ ആയിട്ടുണ്ട് പയർ. ഇപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ പയർ ഇവിടെ വിളവെടുക്കാനില്ല. അതേപോലെ നമ്മളിത് ഒഴിവാക്കിയ ഒരു പടവലക്കുഞ്ഞാണേ. അതായത് 1-2 ഉണ്ടായിട്ടുണ്ട്. ഞാനെന്താ ഇത് പറിച്ച് കളഞ്ഞേച്ച് പുതിയ സാധനത്തിനകത്ത് നട്ടുപിടിപ്പിക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോഴാണ് ഇവന്മാരുണ്ടായി കിടക്കുന്നത്. പിന്നെ നമുക്ക് കളയാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമുക്ക് അപ്പുറത്തെ സൈഡിൽ പോകാം. കഴിഞ്ഞ ദിവസം നമ്മൾ അയ്യോ എന്ന് വിളിച്ചപ്പം ഒരു സാധനം വിളവെടുത്ത് നിങ്ങൾ കണ്ടായിരുന്നോ?
ഇനി ദേ ഈ സൈഡിൽ കൂടെ കുറച്ച് സാലഡ് കുക്കുംബർ കിടപ്പുണ്ടേ. ദേ നല്ല കിടുക്കാച്ചി സാധനമാണ്, അധികം വിളഞ്ഞിട്ടില്ല. ദേ ഇവിടെ ഉണ്ടേ. അപ്പോൾ ഇതെടുക്കുവാണേ. ഇതെടുത്തു. പിന്നെ ദേ ഇവിടെ ഒരെണ്ണം ഉണ്ടേ, അതും കൂടെ ഞാനങ്ങ് വിളവെടുക്കുക. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിൽ പോകുമ്പോൾ അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കാം. കണ്ടോ, ദേ ഇത്രയും സാധനം കിട്ടി. ഇനി 5 ലക്ഷമൊക്കെ അടിച്ച സ്ഥിതിക്ക് നമുക്ക് ദേ ഇതിൽ നിന്നൊരു 2 പൂവും കൂടെ എടുത്തു വെച്ചേക്കാം കേട്ടോ. ഇരിക്കട്ടെ ഒരു ഭംഗിക്ക്. കണ്ടോ, കിടുക്കാച്ചായിട്ടിരിക്കട്ടെ. ഈ സൈഡും വഴി കുറച്ച് പാവൽ നട്ട് പിടിപ്പിച്ചിട്ടുണ്ടേ. ഇത് ഇന്ന് കണ്ടോ, ഇന്നൊരു പൂ വന്നിട്ടുണ്ട് കണ്ടോ. അത് പാവയ്ക്ക ആയിക്കോളുമായിരിക്കും, നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊരു പാവയ്ക്ക വീണിട്ടുണ്ട്. ഇത് നമ്മുടെ പീച്ചിലാണ്. അതുപോലെ ഈ വേലിയെ കൂടെ ഇങ്ങനെ കുറച്ച് സാധനം കയറിയിട്ടുണ്ട്. ഇത് പിന്നെ നമ്മുടെ വാളമരപ്പയർ കണ്ടോ, കാണുന്നുണ്ടോ? വാളമരപ്പയറാണേ. പിന്നെ ദേ ഇവിടെ വന്നപ്പം കുറച്ച് കുറ്റിയാമരയുണ്ടേ. അപ്പോൾ നമുക്കിതങ്ങ് പറിച്ചെടുക്കാം. ഞാനിത് പറിച്ച് തീർത്തിട്ട് കാണിക്കാം. ഇതേ കുറേ എണ്ണം ഉണ്ടേ. അപ്പുറത്തൊരു കുറ്റിയാമരയും കൂടെ ഉണ്ട്. നല്ല ടേസ്റ്റുള്ള സാധനം കേട്ടോ. അത് മാത്രമല്ല, കാര്യമായ പരിചരണത്തിൻ്റെ ആവശ്യമില്ല. ആർക്കെങ്കിലും ഈ കുറ്റിയാമരയുടെ വിത്ത് വേണമെങ്കിൽ കമൻ്റ് ഇട്ടാൽ മതി. കമൻ്റ് അല്ല, നമ്മളൊരു വാട്സാപ്പ് നമ്പർ തരുമല്ലോ നമ്മുടെ വീഡിയോയിൽ, ആ നമ്പറിൽ കൂടെ ഒരു മെസ്സേജ് ഇട്ടാൽ മതിയേ. പിന്നെ ദേ ഇത് കണ്ടോ, ഇതൊരു കുഞ്ഞനം പാവയ്ക്കയാണേ. പക്ഷെ നല്ലതാണ്. ഒരു കുറച്ചെണ്ണം ഉണ്ടെങ്കിൽ ഒരുമിച്ച് അങ്ങോട്ട് കൊത്തി എറിഞ്ഞിട്ട് തോരൻ വെച്ചാൽ നല്ല സൂപ്പർ സാധനമാണ്. ഈ കുഞ്ഞു പാവയ്ക്കതിന് തീരെ കയ്പില്ല കേട്ടോ. പിന്നെ ഒരു കാര്യമുണ്ടേ, ഇന്നെനിക്ക് കായംകുളം കൊച്ചുണ്ണി ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ട്. കായംകുളം കൊച്ചുണ്ണി പറഞ്ഞിരിക്കുന്ന കമൻ്റ് എന്നാണെന്നറിയോ? സ്യൂഡോമോണാസ് എന്താണെന്നാണേ. അപ്പോൾ ഇത് നമ്മുടെ പഴയ കായംകുളം കൊച്ചുണ്ണിയാണോ എന്ന് അറിയത്തില്ല, അതോ പുതിയ കായംകുളം കൊച്ചുണ്ണിയാണോ എന്നും അറിയത്തില്ല. അപ്പോൾ എന്തായാലും മക്കളെ, ഞാനേ സ്യൂഡോമോണാസിനെ കുറിച്ച് നല്ല വിശദമായൊരു വീഡിയോ നമ്മുടെ ചില്ലി ജാസ്മിൻ ചാനലിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാൻ എന്നാ ചെയ്യേണ്ടതെന്നറിയോ? ചില്ലി ജാസ്മിൻ സ്യൂഡോമോണാസ് എന്നടിച്ച് യൂട്യൂബിനകത്ത് സെർച്ച് ചെയ്താൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. ഇതുപോലെ പല ആളുകളും എന്നോട് സ്യൂഡോമോണാസിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. അപ്പം നന്നായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണുന്നതല്ലേ നല്ലത്. ഒന്നിച്ച് കണ്ടു നോക്കുക കേട്ടോ. പറ്റിയില്ലെങ്കിൽ ഞാൻ ഇനി വീണ്ടും പറഞ്ഞു തരാവേ. ഇവിടെ നമ്മുടെ ഒരു കുറ്റിയമരയുടെ ചെടിയുണ്ട്. അപ്പോൾ ഇതേലും ഒരു 5-6 പയറൊക്കെ ഉണ്ട്. ഒന്നാമത് ഇതിൻ്റെ ഇലയും ഇതും എല്ലാം കൂടെ ഒരുമിച്ച് ഒരേപോലെ നിൽക്കുന്നതുകൊണ്ടേ നമുക്ക് കണ്ടാൽ അറിയത്തില്ല. എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വിളവെടുക്കാതെ വിട്ടുപോകും ശരിക്കും പറഞ്ഞാൽ ഇത്. അപ്പോൾ ഇതിനെ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും വെച്ച് വളർത്തുവാണ് നിങ്ങൾക്ക് നല്ലത് കേട്ടോ. അടുത്തടുത്ത് മറ്റ് ചെടികളൊന്നും ഉണ്ടാകാതെ, അല്ലെങ്കിൽ അടുത്തടുത്ത് വേറെ ഇനം ചെടികളാണെങ്കിലും നമുക്ക് ഇവരെ നോട്ടം കിട്ടുവേ. അപ്പം ഞാൻ 5-6 പയറിൻ്റെ കണ്ണിപ്പെട്ടത് പറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ശരിക്കും പറഞ്ഞാലേ ഈ കുറ്റിയമര, അതുപോലെ കാബേജ്, കോളിഫ്ലവർ, ലെറ്റ്യൂസ് പോലെയുള്ളവരെല്ലാം നട്ടുപിടിപ്പിക്കേണ്ടുന്ന സമയമാണ്. എല്ലാ സാധനത്തിൻ്റെയും നല്ല കിടുക്കാച്ചി വിത്തുകൾ വന്നിട്ടുണ്ട്. ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള എന്തെങ്കിലും വിത്തുകൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വീഡിയോയ്ക്കകത്ത് തരുന്ന നമ്പറിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. കുറച്ച് പച്ചക്കറി ചെടിയും കൂടെ അപ്പുറത്തെ സൈഡിലുണ്ട്. ഈ ഒരു ഭാഗം മുഴുവനും പഴച്ചെടിയാണേ. അപ്പോൾ ആ പഴച്ചെടികൾക്കകത്ത് വരുന്ന ഒരു പച്ചക്കറി ഉണ്ട്, കാണിച്ചു തരാം. ഇത് നമ്മുടെ ആ കുഞ്ഞ് ചെറുനാരകമാണേ. കണ്ടോ, കായ ഒടിച്ചിരിക്കുന്നുണ്ട്. അതിന് ഒരു സീസണും ഇല്ല. ഇതേലൊക്കെ കണ്ടോ, ഇപ്പം പൂക്കളുണ്ട്, ചെറിയ ചെറിയ കായ്കളുണ്ട്. കണ്ടോ, ഇതൊക്കെ പിടിച്ച് വരുന്നതാണ്. ഇഷ്ടംപോലെ എണ്ണ എപ്പോഴും തന്നെ കായകളുള്ള ഒരു നല്ല ഒരു ചെടിയാണ് ഈ ചെറുനാരകത്തിൻ്റെ ചെടി. ഞാൻ പിന്നെ അവരെ പഴച്ചെടികളുടെ കൂട്ടത്തിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ നമ്മുടെ പേരയ്ക്കയൊക്കെ കണ്ടോ, പൂക്കളൊക്കെ ആയി തുടങ്ങി. ഇത് കായുണ്ട്. ഇത് തായ്ലാൻഡ് റെഡ് ഗുവാവയാണേ. കണ്ടോ, നിറയെ കായ പിടിച്ചിട്ടുണ്ട്. ഇതൊരു ചെറിയ പെയിൻറ്റ് ബക്കറ്റിനകത്താണ് നിൽക്കുന്നത്. ഇതൊക്കെ ആർക്കും നമ്മുടെ വീടുകളിൽ ചെയ്യാവുന്നതാണ്. ഇതുപോലൊരു കുഞ്ഞ് പേരത്തയ്യെ വാങ്ങിച്ചു വെച്ചാൽ നമ്മുടെ ആവശ്യത്തിന് പേരയ്ക്ക, നമ്മളിപ്പോൾ ഒരു 1 കിലോയും 2 കിലോയും പേരയ്ക്ക കിട്ടിയിട്ട് വലിയ മരം വെച്ചിട്ട് കിട്ടിയിട്ട് നമ്മളാരും തിന്ന് തീർക്കത്തില്ല. അപ്പോൾ ഇതുപോലത്തെ ഉണ്ടെങ്കിൽ നമ്മളിതുപോലെ കയറി നടക്കുമ്പോൾ ഒരെണ്ണം പറിച്ച് തിന്നണമെന്ന് തോന്നിയാൽ നമുക്ക് തിന്നുകയും ചെയ്യാം. എന്തേ അവിടെ ഒരു സീതപ്പഴം കിടപ്പുണ്ടേ, അങ്ങോട്ട് പറിച്ചോണ്ടിരാം. കണ്ടോ, ഇത് പറിച്ച് വെച്ചാൽ മതി. നാളെ കഴിഞ്ഞ പഴം നല്ലതായിട്ട് വിളഞ്ഞിട്ടുണ്ട്. ഇനി ഇപ്പം ഞാൻ ഈ നിൽക്കുന്ന സ്റ്റാൻഡിൻ്റെ വലത് സൈഡിൽ ഒരു സ്റ്റാൻഡിൽ കുറച്ച് പച്ചക്കറിയുണ്ട്, ഇടത് സൈഡിൽ ഒരു സ്റ്റാൻഡിൽ കുറച്ച് പച്ചക്കറിയുണ്ട്. അന്ന് ആ മഴയെല്ലാം തുടർച്ചയായിട്ട് പെയ്ത് എല്ലാം പോയതിന് ശേഷം ആദ്യം തുടങ്ങുന്നതാണിത് കേട്ടോ. ഇത് മണിത്തക്കാളി എന്ന് പറയും കേട്ടോ. ചെറിത്തക്കാളിയല്ല, മണിത്തക്കാളി. ഇതുണ്ടോ,
ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കായ്കളാണ് ഉണ്ടാകുന്നത്. ഇത് നല്ലൊരു മരുന്നിൻ്റെ ഗുണമുണ്ടെന്നാണ് പറയുന്നത്. ഇത് എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഈ വയറിലുള്ള അസുഖങ്ങൾക്കും ഒക്കെ നല്ലതാണെന്ന് പറയും. ഇത് ചുമ്മാ ഇങ്ങനെ പറിച്ചിട്ട് നമുക്ക് തിന്നാം. കീടനാശിനി ഒന്നും അടിക്കാത്ത തോട്ടായതുകൊണ്ട് വിശ്വസിച്ച് നമുക്ക് കഴിക്കാം. പിന്നെ ഇവിടെ ദേ കുറച്ച് മുളകൊക്കെ പിടിച്ചിട്ടുണ്ട്. ഈ മഴ പിന്നെയും പെയ്യുന്നതുകൊണ്ടേ അവർക്കൊരാരോഗ്യം വരുന്നില്ല. ഇതെനിക്ക് തോന്നുന്ന ബജിമുളകാന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഇച്ചിരി വലുതായിട്ട് നിൽക്കുന്നത്. പിന്നെ ഇത് ചോളമാണ്. ഇത് കുറച്ച് പച്ചമുളകിൻ്റെ തൈയാണ്. ഇത് പിന്നെ നമ്മൾ പറഞ്ഞില്ലേ സാലഡ് കുക്കുമ്പറിൻ്റെ തൈകൾ, അത് ഗ്ലാസ്സോടെ ഇറക്കി ഇതിനകത്ത് വെച്ചിരിക്കുവാണ്. ഇത് കോളിഫ്ലവറാണേ. ഇത് കുറച്ചൊക്കെ വളർന്നിട്ടുണ്ട്. ഇത് ബീറ്റ്റൂട്ടിൻ്റെ തൈകളാണ്. വെള്ളം വീഴുമ്പോൾ അവരിങ്ങനെ മറിഞ്ഞു കിടക്കും. അതുകൊണ്ടാണ് ഞാൻ കൂട്ടമായിട്ട് കിളിപ്പിച്ചിരിക്കുന്നത്. ആരോഗ്യത്തോടെ വളർന്നു വരുന്നവരെ നമുക്ക് നിലനിർത്തിക്കൊണ്ട് ബാക്കിയുള്ളവരെ പിഴുത് കളയുകയോ പറിച്ച് തോരൻ വെക്കുകയോ ഒക്കെ ചെയ്യാം. ഇതൊരു ചൂട് തക്കാളിയാണേ. കണ്ടോ, നല്ല നിറയെ കായ്ക്കുന്നുണ്ട്. നമ്മുടെ അപ്പുറത്തെ തക്കാളി പോയി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് തക്കാളി കിട്ടാനുള്ള അത്രയാണ് അത്. ഒത്തിരി അങ്ങനെ ഒരു വാരം എടുത്തിട്ടല്ലേ, ഒരു 2 വാരം ചില ആളുകളൊക്കെ ചെയ്യുന്നത് ഈ അറ്റം തൊട്ട് അറ്റം വരെ വാരം മാന്തിയിട്ട് മുഴുവനും തക്കാളി നടും. അതിനൊന്നും ഉള്ള സൗകര്യം എനിക്കില്ല. പിന്നെ ഉള്ളതിനകത്ത് നമ്മളങ്ങ് ഉള്ളതും കണ്ട് ഓണം പോലെ എന്ന് പറയലേ, അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഇതുപോലെ കുറച്ച് വള്ളിച്ചെടിയാണ്. അപ്പോൾ ഇതിങ്ങനെ ഈ വലയിലോട്ട് കയറിക്കോളുമല്ലോ, അതിന് വേണ്ടി കുറച്ച് വള്ളിയാണ്. ഇത് പിന്നെ മുള്ളില്ലാത്ത കൈതയാണേ. അപ്പം ഇന്നലെ ഞാൻ ഈ മണ്ണ് ഇളക്കി ഒന്ന് ശരിക്കും നട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സൈഡിലോട്ട് ശകലം അങ്ങോട്ട് ആക്കി വെക്കാമെന്ന് ഓർത്ത് ഞാനിപ്പോൾ പൊക്കിയതാണ്. കുഴപ്പമില്ല, അവരവിടെ വളർന്നോളും. ഇത് കുറച്ച് ഇവിടെ നേരിട്ട് പാകിയ ബീൻസും ഉണ്ട്, നമ്മൾ ഗ്ലാസ്സിനകത്ത് പാകി മുളപ്പിച്ച് കൊണ്ടുവന്ന് നട്ടിരിക്കുന്ന ബീൻസും ഉണ്ട്. അപ്പോൾ അവർ ഈ വലയക്കിട കയറിയിട്ട് ഇവിടെ കിടന്നുണ്ടായിക്കൊള്ളുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ ബ്രൊക്കോളിയെ. അന്ന് വളവിട്ടപ്പോൾ നിങ്ങൾ കണ്ടതല്ലേ, ആ വളവിട്ടതിന് ശേഷം ബ്രൊക്കോളി ഇത്രയും വളർന്നത് കണ്ടോ? ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം അന്ന് ബ്രൊക്കോളി എന്തോരമാണ് ഉണ്ടായിരുന്നത്. ഈ നിൽക്കുന്ന ചെടിയോളമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വളം ഇട്ട് കഴിഞ്ഞപ്പോൾ അവർ ഇത്രയായി. ഇനി അടുത്ത സെറ്റ് നമുക്ക് വളപ്രയോഗം ചെയ്യണം. ശീതകാല പച്ചക്കറികളുടെ വളപ്രയോഗം എങ്ങനെ തുടങ്ങണം എന്നുള്ള പേരിലാണ് ഞാൻ ഇട്ടത്. എല്ലാ വീഡിയോയും കാണുവാണെങ്കിൽ കൃഷി ചെയ്യുന്നവർക്ക് ഒത്തിരി ഉപകാരപ്പെടും. ഇപ്പം പല ആളുകളും എന്നോട് പറയാറുണ്ട്, അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ വീഡിയോയിലേതുപോലെ നിങ്ങൾ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ, അതേപോലെയാണ് മുളപ്പിക്കുന്നതെങ്കിൽ ഒക്കെ എനിക്കൊരു കമൻറ്റ് ഇടാൻ മറന്നു പോകരുതേ. അതുപോലെ നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണം. അതുപോലെ ഇങ്ങനെ കൃഷി ചെയ്യുന്ന ആളുകളൊക്കെ ഇപ്പോൾ വളരെ കുറവാണ്. മെനക്കേട് എന്തിനാ, നമ്മുടെ റോഡ് സൈഡിലൊക്കെ ഹിന്ദിക്കാർ നിന്ന് വാരി വാരി പച്ചക്കറി തരുമല്ലേ, അത് മേടിച്ചുകൊണ്ട് നമുക്ക് വീട്ടിൽ പോകാനുള്ള സൗകര്യത്തിന് നമ്മളിതൊക്കെ ചെയ്യുന്നവർ കുറവാണ്. അപ്പം നമ്മുടെ ആരെങ്കിലുമൊക്കെ കൂട്ടുകാരോ സ്വന്തക്കാരോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അവർക്കും കൂടെ ഒരു ഉപകാരം കിട്ടും. പിന്നെ ഇത് നമ്മുടെ ബട്ടർനട്ടാണേ. അന്ന് ഞാൻ പോളിനേഷൻ ചെയ്ത് കൊടുത്തതാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങളോട് കാണിച്ചു തന്നതാണ്. ഇത്രയാകുമ്പോൾ തന്നെ നമുക്ക് വിളവെടുക്കാം. നമ്മൾ കടകളിൽ നിന്ന് ബട്ടർനട്ട് മേടിക്കുവാണെങ്കിലേ ഒരുമാതിരി വേറെ കളറിലാണ് കിട്ടുന്നത്. അത് കണ്ടമാനം മൂത്ത് പോകുന്നത് കൊണ്ടാണ്. ഇപ്പോൾ ഈ പാകത്തിലാണെങ്കിൽ നമ്മൾ സാലഡ് കുക്കുമ്പറിനെ പോലെ മുറിച്ച് തിന്നാം. പിന്നെ ഇതൊരു ചോളമാണേ. പിന്നെ ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിക്കാവേ. ഇത് ഞാൻ ഒരു ചൂട് നമ്മുടെ ഇവിടെ കൊടുക്കുന്ന ചതുരപ്പയറിൻ്റെ വിത്താണേ, അതിട്ട് കിളിപ്പിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതേ വള്ളി വീശി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലൊന്ന് ചുറ്റിക്കെട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ വെറുതെ കമ്പി ചെയ്ത് നിൽക്കുന്നതേ. അപ്പോൾ എനിക്ക് അതിലൊരു സൈഡിലോട്ടൊരു വല മേടിച്ച് ഇവിടെ അടിക്കണം. അപ്പോൾ അതേ കൂടെ പടരുമായിരിക്കും. പിന്നെ അതെനിക്ക് ശല്യമാകുമോയെന്ന് എനിക്കറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ തോട്ടത്തിലെ നിത്യവഴുതനയുടെ കൃഷി തീർത്തു, ഇനി ചെയ്യുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതെനിക്ക് തോന്നുന്നു ഇവിടെ അങ്ങോട്ട് അടച്ച് കളയും. സൂര്യപ്രകാശം പിന്നെ താഴേക്ക് വരത്തില്ല, അവരങ്ങോട്ട് വല കെട്ടി വളരും. ഇനി അതുപോലത്തെ കുഴപ്പക്കാരനാണോ ഇവനെന്ന് എനിക്കറിയത്തില്ല. അറിയാവുന്നവരാരെങ്കിലും ഉണ്ട് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാൻ പുറത്തോട്ട് അവരെ വളർത്താമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ചെയ്യുന്നത്. കാരണം ഇവിടെ മേളി വലയില്ലല്ലോ, കണ്ടോ. പിന്നെ അല്ലേ അവന്മാർ ഇവിടെ കയറണം. ഇവിടെ കുറച്ച് ബീൻസിൻ്റെ കായുണ്ടായിട്ടുണ്ടേ. ഞാൻ പറിക്കുക. കാരണം ഇന്നാൾ നിങ്ങളോട് പറഞ്ഞില്ലേ, ഏതോ ഒരു ചെടി, ഇവിടെ ഒരു 2-3 ചെടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുതിയൊരു തൈ ഇവിടെ കൊണ്ടുവന്ന് നട്ടിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് 1-2 തൈ ഉണങ്ങിപ്പോയിട്ടുണ്ടേ. അതുകൊണ്ടാണ് ഈ മേളിൽ കണ്ട ഇല ഉണങ്ങി കിടക്കുന്നുണ്ട്. അതുപോലെ പയറുണ്ടായിട്ട് പിന്നെ വളരാതിരുന്നു. അത് ചില ചെടികളങ്ങ് നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ്. അപ്പം ഞാൻ ഉള്ള ബീൻസ് അങ്ങോട്ട് വിളവെടുക്കുവാണേ. ഇനി ഇവിടെ കുഞ്ഞു കുഞ്ഞായിട്ടാണ് കിടക്കുന്നത്. ഇനി വേറൊരു ചോട് ബീൻസ് ഉണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് പറിച്ചിട്ട് വരാം. ഇവിടെ ഇതുപോലെ ഇവിടെ നിന്ന് വളർന്ന് കയറിയിരിക്കുന്ന ഒരു ബീൻസാണേ. അപ്പം ഞാൻ ഇത് ഇങ്ങോട്ട് വിളവെടുക്കുക. ഇതുപോലെയല്ലേ നമ്മൾ കടയിൽ നിന്നും മേടിക്കുന്നത്. അപ്പോൾ അതേപോലെ ഉണ്ടായി കിട്ടും. പിന്നെ നമ്മൾ ശകലം വളവും വെള്ളമൊക്കെ കൃത്യമായിട്ട് കൊടുക്കണം. ഈ നല്ല തണുപ്പുള്ള സ്ഥലത്താണ് ഒന്നും വേണ്ട, വലിച്ചെറിഞ്ഞാലും ഇതുപോലൊക്കെ ഉണ്ടായി കിട്ടും. പക്ഷേ നമുക്കങ്ങനെ കിട്ടത്തില്ല. അപ്പം ഞാൻ ഇതെല്ലാം അങ്ങോട്ട് പറിച്ചെടുക്കുവാണേ. ചെറുതാണ്.
ഇവിടെ നിൽക്കുന്നതെന്ന് പറയുന്നത് ഒരു പാത്രത്തിനകത്ത് കുറച്ച് പയറുണ്ട്. അന്ന് ഞാൻ പറഞ്ഞില്ലേ എലി എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് 3-4 എണ്ണമാണേലും കിളുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ചധികം നട്ടതാണ്. എലിയുടെ പരിപാടിയൊക്കെ നിർത്തി എലി പോയ കാരണം എല്ലാം തന്നെ കിളുത്തിട്ടുണ്ട്. പിന്നെ ദേ ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾ ഓർക്കും ഇതന്നെ ഇതിനകത്ത് ഈ കാട് കാണുന്നത്, ചേച്ചി കാട് വളർത്തുവാണോ എന്ന് വിചാരിക്കരുത് കേട്ടോ. ഇതെല്ലാം ഞാനങ്ങോട്ട് പറിക്കുവാണെങ്കിൽ കണ്ടോ, ഇത് ചീര ആയതുകൊണ്ടാണ് ഞാൻ പറിക്കാതെ അവന്മാരെ ഇവിടെ നിർത്തിയതേ. ഒരു കറിക്കുള്ളതുണ്ടല്ലോ. ഇതെന്നാന്നറിയോ, നമ്മുടെ ചൈനീസ് കാബേജാണേ. ഇത് ഒരെണ്ണം കണ്ടോ ഇത്രയും വളർന്നിട്ടുണ്ട്. ഇതിന് ഈ പുഴുക്കളുടെയും കീടങ്ങളുടെയൊക്കെ ശല്യം കൂടുതലാണ്. പക്ഷേ അപ്പം അവസാനത്തെ, അതായത് ചുവട്ടിലെ കുറച്ച് ഇലകളാണ് തിന്നതെങ്കിൽ നമുക്കൊന്നും പേടിക്കണ്ട. പിന്നെ വരുന്ന ഇലകളാണ് ശരിക്കും കൂടി കിട്ടുന്നത്. അപ്പോൾ അവരെ ഇങ്ങനെ കൂട്ടിയെടുത്താൽ കണ്ടോ, ഞാനിപ്പോൾ തെളിച്ചപ്പോൾ നിങ്ങൾക്ക് കാണത്തില്ലേ, കണ്ടോ 3-4 ചുവട് ഉണ്ട്. ഇത് 1-2 ചീരയും കൂടെ ഉണ്ട്. ഇത് ഈ കുപ്പച്ചീര എന്ന് പറയുന്നൊരു വിഭാഗം കേട്ടോ. അപ്പം നല്ല സാധനങ്ങളാണ് കണ്ടോ. ഇത് കുപ്പച്ചീര കേട്ടോ, നല്ലതാണേ, പെട്ടെന്ന് പൂടും, അതാണൊരു ദോഷമുള്ളത്. അപ്പോൾ നമുക്കിതേ ഇവനെ അങ്ങോട്ട് വെച്ചേക്കാം. ഇതൊരു ചുവട് ചേമ്പ്, കുറച്ച് മഞ്ഞളുണ്ട്. പിന്നെ ഇവിടെ ഒരു പെട്ടി കാലി ഇട്ടതാണ് ഞാൻ. അതിനകത്ത് ഒരു ചേമ്പ് വളർന്നിട്ടുണ്ട്. ഇനി ചേമ്പ് വിളവെടുത്തിട്ട് വേണം മാറ്റാൻ. അപ്പോൾ ഒരു ചുവടോ 2 ചുവടോ നമുക്ക് എന്തെങ്കിലും ഒരു വള്ളി കയറുന്ന സാധനമാണ്, അവരിതിലേ കൂടെ കയറിപ്പോക്കോളുമല്ലോ. പിന്നെ ഇതൊരു 3 ചുവട് കൂർക്കയാണേ. പിന്നെ ഇവിടെ 1, 2, 3 കോളം വെറുതെ കിടപ്പുണ്ട്. അവിടെ എന്നാ നടണമെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറഞ്ഞു. ഇപ്പം നമ്മൾ പറഞ്ഞ പോയതിനിടയ്ക്ക് എനിക്ക് ഇത്രയും സാധനങ്ങളാണ് വിളവെടുക്കാൻ പറ്റിയത്. കുറച്ച് തക്കാളിയുണ്ട്, കുറച്ച് ബട്ടർനട്ടുണ്ട്, കുറച്ച് ബീൻസ് കിട്ടി, അതുപോലെ പീച്ചിൽ കിട്ടി, സാലഡ് കുക്കുംബർ കിട്ടി, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. പിന്നെ കുറ്റിയമര കിട്ടി, ഒരു പിടി ചീര കിട്ടി. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇന്ന് വിളവെടുത്തത്. എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ. ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.